السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, ആരാണ് യഥാർത്ഥ അഹ്ലുസുന്ന? അവരിൽ നിന്ന് വ്യതിചലിച്ച കക്ഷികൾ ആരൊക്കെയാണ്? അവരുടെ പിഴവുകൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയമാണ് ഈ ദർസുകളിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ പേരിൽ ഒരുപാട് കക്ഷികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. അവരെല്ലാവരും സ്വയം അവകാശപ്പെടുന്നത് ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ, ഞങ്ങളാണ് സുന്നത്തിൻ്റെ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ എന്ന് എല്ലാ ആളുകളും സ്വയം അവകാശപ്പെടുന്നു. സാധാരണക്കാരായ ആളുകൾ, അറിവില്ലാത്ത ആളുകൾ ഇതിനിടയിൽ പകച്ചു പോവുകയാണ്. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് അഹ്ലുസുന്ന. പക്ഷെ ഇവരിൽ നിന്ന് എങ്ങനെയാണ് അഹ്ലുസുന്നയെ മനസ്സിലാക്കുവാൻ സാധിക്കുക? അപ്പോൾ ഒന്നാമതായി എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്, ആരാണ് അഹ്ലുസുന്ന എന്ന് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനങ്ങൾ? അതിൻ്റെ ആദർശം എന്താണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിഴച്ചുപോയ കക്ഷികൾ, അവരുടെ വഴികേടുകൾ എന്തൊക്കെയാണ്, അവരുടെ പിഴവുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായ സ്രോതസ്സിൽ നിന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനും വിലയിരുത്തുവാനും തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ അഹ്ലുസുന്ന ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റിപ്പോയ, വ്യതിചലിച്ച കക്ഷികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം, അഹ്ലുസുന്നയെക്കുറിച്ച് വിശദമായി പഠിക്കണം. അതുപോലെ തന്നെ മറ്റ് വ്യതിചലിച്ച കക്ഷികളെക്കുറിച്ചും പഠിക്കണം. കാരണം അവരുടെ ളലാലത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുവാൻ പാടില്ല. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷർറുകളെക്കുറിച്ചാണ് ചോദിക്കുക. ജനങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഷർറുകളെക്കുറിച്ച് ചോദിക്കും. ഷർറുകളെക്കുറിച്ച് ഞാൻ പഠിക്കും. എന്തിനു വേണ്ടിയാണ്? മഖാഫത അൻ യുദ്രികനി, ആ ഷർറിൽ ഞാൻ വീണുപോകുമോ എന്ന ഭയം കാരണം. അതുകൊണ്ട് ഷർറിനെയും ഖൈറിനെയും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഒരുവൻ എന്തെയും തിന്മയിൽ പതിച്ചു പോകും, അതിൽ പെട്ടുപോകും. അഹ്ലുസുന്ന ആരാണ്, അവരിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ ആരാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അഹ്ലുസുന്നയാണ് എന്ന് കരുതി വ്യതിചലിച്ചു പോയ കക്ഷികളിൽ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാരാണ് അഹ്ലുസുന്ന, അവരിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷികൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു
അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നാ കുന്നാ ഫീ ജാഹിലിയ്യത്തിൻ വശർരിൻ, ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്നു, ഒരു കാലഘട്ടത്തിൽ ഷർറിലായിരുന്നു, തിന്മയിലായിരുന്നു, വഴികേടിലായിരുന്നു. ഫജാഅനല്ലാഹു ബിഹാദൽ ഖൈരി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമാകുന്ന ഈ ഖൈറിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു, ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കി. അങ്ങനെ ഞങ്ങൾ വഴികേടിൽ നിന്നും ശരിയായ പാതയിലേക്ക് എത്തി. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുകയാണ്, ഫഹൽ ബഅദ ഹാദൽ ഖൈരി ശർറുൻ? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഈ ഖൈറിന് ശേഷം ഒരു ഷർറുണ്ടാകുമോ? ഈ ഖൈറിന് ശേഷം ഒരു ഷർറുണ്ടാകുമോ? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇവിടെ ഉദ്ദേശിക്കുന്ന ഷർറ് എന്ന് പറഞ്ഞാൽ ഫിത്നകൾ, ആശയക്കുഴപ്പങ്ങൾ, വഴികേടുകൾ, അത് ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഉണ്ടാകുമോ? ഇസ്ലാം ഞങ്ങളിലേക്ക് വന്നതിന് ശേഷം പിന്നീട് അത് സംഭവിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഈ ഖൈറിന് ശേഷം ഒരു ഷർറുണ്ടാകും. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഹൽ ബഅദ ദാലിക അശ്ശർരി മിൻ ഖൈറിൻ? ആ ഷർറിന് ശേഷം ഒരു ഖൈറുണ്ടാകുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഫീഹി ദഖനുൻ, അതെ, അതിനുശേഷം ഒരു ഖൈറുണ്ടാകും. പക്ഷെ ആ ഖൈറ് അത് ഏറ്റവും തെളിമയാർന്ന ഖൈറായിരിക്കുകയില്ല, ആദ്യമുള്ള ഖൈറ് പോലെ ആയിരിക്കുകയില്ല. അതിൽ തെളിമയുണ്ടാവുകയില്ല, അതിൽ കലർപ്പുണ്ടാകും, അതിൽ മങ്ങലുണ്ടാകും. അങ്ങനെയുള്ള ഒരു ഖൈറ് അതിന് ശേഷം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ മങ്ങൽ എന്താണ്, ആ കലർപ്പ് എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൗമുൻ യസ്തന്നൂന ബിഗൈരി സുന്നതി വയഹ്ദൂന ബിഗൈരി ഹദി, ഒരു വിഭാഗം ആളുകൾ അവർ എൻ്റെ സുന്നത്തല്ലാത്തത് അവരുടെ സുന്നത്തായി അവർ സ്വീകരിക്കും, എൻ്റെ മാർഗമല്ലാത്തത് ദീനിൻ്റെ മാർഗമായി അവർ പിന്തുടരും. അവരിൽ ഖൈറുണ്ടായിരിക്കും, അവരിൽ ഷർറും ഉണ്ടായിരിക്കും. ഖൈറും ഷർറും കൂട്ടിക്കലർന്ന രൂപത്തിലായിരിക്കും അവർ മുന്നോട്ട് പോവുക. അതുകൊണ്ട് അവരുടെ ഖൈറും ഷർറും നീ വേർതിരിച്ച് മനസ്സിലാക്കുകയും അവരുടെ ഷർറുകളെ നീ എതിർക്കുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ ഖൈറും ഷർറും കൂടിക്കലർന്ന ഈ ഒരു ഖൈറിന് ശേഷം പിന്നെ ഒരു ഷർറുണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഷർറുണ്ടാകും. എന്താണ് ഷർറ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിൻ്റെ വാതിൽക്കൽ നിന്ന് നരകത്തിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലുള്ള വഴികേടിൻ്റെ പ്രബോധകന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ, ആ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന വഴികേടിൻ്റെ പ്രബോധകന്മാർ അവരുടെ വിളിക്ക് ആരെങ്കിലും ഉത്തരം നൽകി കഴിഞ്ഞാൽ അവർ നരകത്തിലേക്ക് വലിച്ചെറിയും. അങ്ങനെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പറ്റം പ്രബോധകന്മാരുണ്ടായിരിക്കും. അതാണ് അതിന് ശേഷം വരുന്ന ഷർറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, സിഫ്ഹും ലന, സിഫ്ഹും ലന, അല്ലാഹുവിൻ്റെ റസൂലെ, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നരകത്തിൻ്റെ വക്കിലേക്ക്, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ പ്രബോധകന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് വിശേഷിപ്പിച്ചു തരണം. ആരാണവർ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ക്ഷണം ഞങ്ങൾ സ്വീകരിക്കുകയും നരകത്തിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്യും. അപ്പം ആരാണവർ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൗമുൻ മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, അവർ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞു വരുന്ന, ഇസ്ലാമിൻ്റെ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ്.
അപ്പോൾ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഫമാ തറാ ഇൻ അദ്റകനി ദാലിക, ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽസം ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമഹും, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, അവരുടെ ഇമാമിയങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. അങ്ങനെ ഐക്യത്തോടുകൂടി കിതാബിലും സുന്നത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് അത് പഠിപ്പിക്കുന്ന ഇമാമിയങ്ങളെ പിൻപറ്റി ആ സംഘത്തിനോടൊപ്പം നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇവിടെ ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സംഘം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇന്ന് കാണപ്പെടുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളോ സംഘങ്ങളോ സംഘടനകളോ അല്ല. ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും മേൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ മാർഗം, കിതാബും സുന്നത്തും വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഉലമാക്കൾ, അവരാണ് ജമാഅത്തുൽ മുസ്ലിമീൻ. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, അവരാണ് മുസ്ലിമീങ്ങളുടെ ഇമാമിയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഇത് ഈ ഹദീസ് പല ആളുകളും ദുർവ്യാഖ്യാനിക്കുന്നതായി കാണാൻ സാധിക്കും. അവരവരുടെ പാർട്ടിയെ, അവരവരുടെ ഗ്രൂപ്പുകളെ, അവരവരുടെ നേതാക്കന്മാരെ പിൻപറ്റി ജീവിക്കണം, അവരെ മുറുകെ പിടിക്കണം, അവർ പറയുന്നതിനപ്പുറം ചെയ്യാൻ പാടില്ല എന്നതിന് തെളിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ പിന്തുടരാനും അവരുടെ ഇമാമിയങ്ങളെ പിന്തുടരാനും പറഞ്ഞിട്ടുണ്ട് എന്ന ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നതായി കാണാൻ സാധിക്കും. ഖുർആനും സുന്നത്തും അത് മുറുകെ പിടിക്കുന്ന, അത് കൃത്യമായി പഠിപ്പിക്കുന്ന ഉലമാക്കളെ, സ്വഹാബത്തിൻ്റെ പാതയിൽ നിലകൊള്ളുന്ന ആളുകളെ അവരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരുക, ഏതെങ്കിലും കക്ഷികളിൽ ഉൾപ്പെടുക എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയുണ്ട് എങ്കിൽ ആ ഭരണാധികാരിയോടൊപ്പം നിലകൊള്ളുക. അതല്ല എങ്കിൽ അവർക്ക് ദീൻ പഠിപ്പിക്കുന്ന ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രബോധനം ചെയ്യുന്ന ഉലമാക്കളുണ്ട് എങ്കിൽ അവരെ മുറുകെ പിടിക്കുക. സ്വഹാബത്തിൻ്റെ പാതയിൽ മുന്നേറുന്ന ആളുകളുണ്ട് എങ്കിൽ അവരോടൊപ്പം ചേരുക. അതല്ലാതെ പ്രത്യേകം ഏതെങ്കിലും സംഘങ്ങളിൽ ചേരുക എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശം. അദ്ദേഹം ചോദിച്ചു, ഹുദൈഫ അദ്ദേഹം ചോദിച്ചു റളിയല്ലാഹു അൻഹു, ഫഇൻ ലം തകുൽ ലഹും ജമാഅത്തുൻ വലാ ഇമാം, അല്ലാഹുവിൻ്റെ റസൂലേ, ആ കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു ജമാഅത്തില്ല എങ്കിൽ, അവർക്കൊരു ഇമാം, ഒരു ഭരണാധികാരി ഇല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നയിക്കുവാൻ പണ്ഡിതന്മാരില്ല, അതല്ലെങ്കിൽ അവർക്ക് ഭരണാധികാരികളില്ല എങ്കിൽ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅ്തസിൽ തിൽകൽ ഫിറഖ കുല്ലഹാ, ആ കക്ഷികളെ എല്ലാം നീ ഉപേക്ഷിക്കുക, അവരിൽ നിന്ന് വിട്ടുനിൽക്കുക. ഞങ്ങളൊക്കെ അഹ്ലുസുന്നയാണ്, ഞങ്ങളൊക്കെ ദീനിൻ്റെ ആളുകളാണ്, ശരിയായ ദീനിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞു വരുന്ന വ്യാജന്മാരായ ഏതൊക്കെ കക്ഷികളുണ്ടോ, ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടോ, അവരൊന്നും ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം കക്ഷികളെ എല്ലാം നീ ഉപേക്ഷിക്കുക, അതിൽ നിന്നെല്ലാം നീ വിട്ടുനിൽക്കുക. വലൗ അൻ തഅദ്ദ അലാ അസ്രി ഷജറത്തിൻ ഹത്താ യുദ്രികകൽ മൗത്ത്, ഒരു മരത്തിൻ്റെ വേര് അത് കടിച്ചിട്ടാണെങ്കിലും മരണം വരെ നീ നിൻ്റെ അതേ മാർഗത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിൽ നീ ഒറ്റക്കാണെങ്കിലും ഒരു മരത്തിൻ്റെ വേര് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും മരണം വരെ അതിൽ നീ ഉറച്ചു നിൽക്കുക. ഈ പറയുന്ന വ്യതിചലിച്ച കക്ഷികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഭിന്നതകളും കക്ഷികളും ഉടലെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമിൻ്റെ ഭാഷയിൽ, ഇസ്ലാമിൻ്റെ ബാഹ്യമായ
കാര്യങ്ങൾ മുൻനിർത്തി ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാരുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താക്കീത് നൽകി. അപ്പം അങ്ങനൊക്കെ ഉണ്ടെങ്കിലും എന്തു ചെയ്യണം? കിതാബും സുന്നത്തും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളോടൊപ്പം ചേരണം. കിതാബും സുന്നത്തും പ്രബോധനം ചെയ്യുന്ന ഉലമാക്കളുണ്ട് എങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. ഇനി അങ്ങനെ ആരുമില്ല, ഒറ്റക്കാണ് എങ്കിൽ ഖുർആനും സുന്നത്തും സഹാബികളെ മാർഗവും പിന്തുടർന്നുകൊണ്ട് ഒറ്റക്ക് എത്ര പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും മുന്നോട്ട് പോകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആനും സുന്നത്തും പിൻപറ്റി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ ഒറ്റപ്പെടാം. അവരോടൊപ്പം ചിലപ്പോൾ ആരും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവരോടൊപ്പം ആളുകൾ ഉണ്ടായിരിക്കും, അവരെ നയിക്കാൻ പണ്ഡിതന്മാരുണ്ടായിരിക്കും, ഭരണാധികാരികളുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ പറഞ്ഞ ആളുകളെയൊന്നും കണ്ടെത്താനാവുകയില്ല. അപ്പം ആരുമില്ല, അതുകൊണ്ട് ഈ പറഞ്ഞ കക്ഷികളോടൊപ്പം ചേരുകയാണോ വേണ്ടത്? അല്ല. ഖുർആനും സുന്നത്തും സഹാബികളുടെ മാർഗവും പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളില്ല എങ്കിൽ ഒറ്റക്ക് ആ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുക. അതല്ലാതെ വ്യതിചലിച്ച കക്ഷികളോടൊപ്പം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെറ്റിപ്പോയ ആളുകളോടൊപ്പം ചേരുവാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആളുകളായിരിക്കും. ഐക്യം എന്നുള്ളതാണ് അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യപ്പെടുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ഭിന്നതയിൽ ആകുവാൻ പാടില്ല എന്ന് ശക്തമായി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഐക്യപ്പെടണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിൻ്റെ ഹബ്ലായ ഖുർആനിൽ ഒരുമിച്ച് മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അപ്പോൾ നോക്കൂ, ഭിന്നതകൾ ഒരുപാടുണ്ട്. എങ്ങനെ ഐക്യപ്പെടേണ്ടത്? എല്ലാവരും ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ മതി. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ സ്വാഭാവികമായും ഐക്യമുണ്ടാകും. അപ്പോൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് ഭിന്നതയുണ്ടാകുന്നത്. അപ്പം ഭിന്നതയുണ്ടാക്കുന്ന ആളുകളാരാ? ഖുർആനും സുന്നത്തും പിൻപറ്റുന്ന ആളുകളാണോ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നത്? അല്ല. ഖുർആനും സുന്നത്തും വിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ആശയങ്ങളുമായി പോകുന്ന ആളുകൾ, അവരാണ് ഭിന്നതയുണ്ടാക്കുന്നത്. ഖുർആനിലും സുന്നത്തിലും ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവർ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നില്ല. അവർ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ നിലകൊള്ളുന്നു. എന്നാൽ അതിനെ ഉപേക്ഷിച്ച് അതല്ലാത്ത മാർഗം തേടിപ്പോകുന്ന ആളുകൾ, അവരാണ് ഭിന്നതയുണ്ടാക്കുന്നത്. അങ്ങനെ ഭിന്നത ഉണ്ടാക്കാൻ പാടില്ല. വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. ദീനിൻ്റെ കാര്യത്തിൽ ഭിന്നതയിലായ ആളുകൾ, വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും ഭിന്നതയിലായ ആളുകളോടൊപ്പം അവരെ പോലെ നിങ്ങളാകുവാൻ പാടില്ല. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് ഖുർആനും സുന്നത്തുമുണ്ട് നമുക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ. ഭിന്നതയുള്ള കാര്യത്തിൽ വിധി കൽപ്പിക്കുവാൻ ഖുർആനും സുന്നത്തും വ്യക്തമായ രേഖകളായി നമ്മളുടെ മുന്നിലുണ്ട്. എന്നിട്ടും ഭിന്നിച്ചു പോയാൽ അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൻ്റെ സന്ദർഭത്തിൽ സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടി അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദകും റിഖാബ ബഅദിൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലകൊയ്യുന്ന കുഫാറുകളെ പോലെ നിങ്ങൾ ഭിന്നതയിലാകാൻ പാടില്ല എനിക്ക് ശേഷം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അതായിരുന്നു അവസ്ഥ, ഭിന്നതയിലായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും കലഹവും കലാപവുമായി പോരടിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് തൊട്ടു മുമ്പ് അവിടുന്ന് പറയുകയാണ്, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏതൊരവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലേക്ക് നിങ്ങൾ കലഹിക്കുന്ന, പരസ്പരം ഭിന്നിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുവാൻ പാടില്ല.
കാരണം ഭിന്നത ഒഴിവാക്കുവാനുള്ള മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ വെച്ചിട്ടുണ്ട്. വ്യക്തമായ തെളിവുകൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. ഒന്നേതാണ്, അള്ളാഹുവിൻ്റെ കിതാബാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശോഭിതമായ വളരെ വ്യക്തമായ ഒരു മാർഗത്തിലാക്കിക്കൊണ്ടാണ് അവിടുന്ന് നമ്മെ വിട്ടേച്ചു പോയിട്ടുള്ളത്. ലൈലുഹാ കനഹാരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയ ആ മാർഗം, അതിലെ രാത്രികൾ പകൽ പോലെ തിളങ്ങുന്നതാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഇത്ര വ്യക്തമായ മാർഗം, അതിൽ നിന്ന് എന്നിട്ടും ആളുകൾ തെറ്റിപ്പോകുന്നുണ്ട് എങ്കിൽ അവൻ അങ്ങേയറ്റത്തെ നഷ്ടക്കാരനാണ് എന്നാണ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, അള്ളാഹുവിൻ്റെ കിതാബിൽ ഐക്യപ്പെടുവാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഭിന്നിക്കുവാൻ പാടില്ല എന്ന് ശക്തമായി അള്ളാഹുവും റസൂലും താക്കീത് ചെയ്തു. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ. ദീനിനെ ഭിന്നിക്കുന്ന, ദീനിൻ്റെ കാര്യത്തിൽ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ആളുകളെ പോലെ ആകാൻ പാടില്ല. ദീനിൻ്റെ കാര്യത്തിൽ ഭിന്നിക്കുകയും വ്യത്യസ്ത കക്ഷികളായി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെപ്പോലെ നിങ്ങളാകുവാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പം ദീൻ, അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഐക്യാണ്. ഭിന്നത എന്നുള്ളത് പാടില്ല. അപ്പം ഭിന്നത ഇല്ലാതിരിക്കാൻ ഖുർആനും സുന്നത്തും പിൻപറ്റണം. ഖുർആനും സുന്നത്തും ഒഴിവാക്കുമ്പോൾ ഭിന്നതയുണ്ടാകുന്നു. ഭിന്നതയുണ്ടാക്കുന്ന ആളുകൾ അവർ ഖുർആനിനെയും സുന്നത്തിനെയും ഒഴിവാക്കുന്ന ആളുകളാണ്. അതല്ലാതെ ഖുർആനും സുന്നത്തും പിൻപറ്റുന്ന ആളുകളല്ല സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഭിന്നതകളുണ്ടായാൽ എന്തു ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വഅദ് പറഞ്ഞു തന്നു. ഞങ്ങൾ ഉപദേശിച്ചു. ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ വല്ലാതെ നടുങ്ങിപ്പോയി, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫഔസിന. ഇതൊരു വിടവാങ്ങുന്ന വ്യക്തിയുടെ സംസാരം പോലെയുണ്ടല്ലോ അല്ലാഹുവിൻ്റെ റസൂലേ. ഇത് മരിച്ചു പോകുന്ന, അതല്ലെങ്കിൽ വിടവാങ്ങാനിരിക്കുന്ന ഒരാൾ നടത്തുന്ന ഉപദേശം പോലെയുണ്ടല്ലോ അല്ലാഹുവിൻ്റെ റസൂലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദേശം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹി വസ്സംഇ വത്ത്വാഅ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഭരണാധികാരികളുണ്ട് എങ്കിൽ അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ. ഒരു അടിമയാണ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾ അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. നിങ്ങളുടെ അമീറായി ഒരു അബ്ദാണ് വന്നത് എങ്കിലും, ഒരു അടിമയായിട്ടുള്ള ഒരാളാണ് വന്നത് എങ്കിലും നിങ്ങൾ അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ എനിക്ക് ശേഷം ജീവിക്കുന്നത് അവർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീന മിൻ ബഅദി. ഭിന്നതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. എനിക്ക് ശേഷം വന്ന ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. അത് നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കണം. അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയുടെ കാലഘട്ടം വന്നാൽ, വഴികേടുകളുടെ കാലഘട്ടം വന്നാൽ
ഖുർആനും സുന്നത്തും പിൻപറ്റേണ്ട രൂപമാണ് പഠിപ്പിച്ചു തരുന്നത്. ശക്തമായി മുറുകെ പിടിക്കണം. കാരണം അതിൽ മുറുകെ പിടിക്കുന്നതിൻ്റെ കുറവിനനുസരിച്ച് നമ്മൾ ഹക്കിൽ നിന്ന് വ്യതിചലിച്ചു പോകും. എത്രത്തോളം നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഹക്കിൽ, സത്യത്തിൽ അടിയുറച്ചു നിൽക്കും. കഴിഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മരത്തിൻ്റെ വേരാണ് കിട്ടിയത് എങ്കിലും അതിൽ കടിച്ചു നിൽക്കണം എന്നാണ് പറഞ്ഞത്. എത്ര പ്രയാസമുണ്ട് എങ്കിലും ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവും കഠിനമായി ശക്തമായി മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ. ആളുകൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. കാരണം പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്, ആ ബിദ്അത്തുകളെല്ലാം ളലാലത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഭിന്നതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ അതൊരൊറ്റ ദീനാണ്. അത് പല ദീനുകളില്ല, ഒരുപാട് കക്ഷികളില്ല. അതൊരൊറ്റ ദീനാണ്, ഏകമായ ഒരൊറ്റ ദീനാണ്. ആ കൃത്യമായ ദീനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിട്ടുപോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ബനു ഇസ്രായേലുകാർ 72 വിഭാഗങ്ങളായി ഭിന്നിച്ചു. ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുടെയും നസ്രാണികളുടെയും ഭിന്നതയെക്കുറിച്ച്, അവർ കക്ഷികളായ എണ്ണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വസതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല. ഭിന്നതയുടെ കാര്യത്തിൽ ജൂതന്മാരെയും നസ്രാണിമാരെയും കടത്തി വെട്ടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മത്തി 73 കക്ഷികളായി ഭിന്നിക്കും. ജൂതനസാറാക്കൾ 71ഉം 72ഉം കക്ഷികളായി ഭിന്നിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് അവരെ കടത്തി വെട്ടിച്ചുകൊണ്ട് 73 കക്ഷികളായി ഭിന്നിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലതൻ വാഹിദ. ഈ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ വമാഹിയ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആ കൂട്ടരാരാണ്, അവരാരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഞാനും എൻ്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ അവരാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന യഥാർത്ഥ ദീനിൻ്റെ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ, അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ അവരാണ്. അപ്പോൾ അവരുടെ വിശേഷണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും നിലകൊണ്ട മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ. ഇതാണ് അസത്യത്തിൽ നിന്ന്, ബാത്തിലിൽ നിന്ന് സത്യത്തിനെ അളക്കാനുള്ള അളവുകോൽ. ഇതാണ്. ആര് എന്തുകൊണ്ട് വന്നാലും, ഏതൊക്കെ കക്ഷികൾ, എത്രയൊക്കെ കക്ഷികൾ ഉണ്ടായാലും അവരുടെ മാർഗം അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണോ, സഹാബികൾ നിലകൊണ്ട മാർഗമാണോ എന്ന് പരിശോധിച്ചാൽ അവർ സത്യത്തിൻ്റെ ആളുകളാണോ അസത്യത്തിൻ്റെ ആളുകളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന, അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും നിലകൊണ്ട മാർഗം, അതാണ് അഹ്ലുസുന്നത്തിൻ്റെ മാർഗം. ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളെയാണ് അഹ്ലുസുന്ന എന്ന് വിളിക്കുക. അവരെക്കുറിച്ചാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത്തായിഫത്തുൽ മൻസൂറ. പരലോകത്ത് അള്ളാഹുവിൻ്റെ സഹായം അനുകൂലമാകുന്ന
സഹായിക്കപ്പെടുന്ന കക്ഷി. അൽ ഫിർഖത്തുൻ നാജിയ, 72 കക്ഷികളും നരകത്തിൽ പോകുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കക്ഷി, വിജയിച്ച കക്ഷി, അവരാണ് അൽ ഫിർഖത്തുൻ നാജിയ. അവരാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ, അവരാണവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ കക്ഷികളല്ലാത്ത എല്ലാ കക്ഷികളും നരകത്തിൽ പോകാൻ അർഹതയുള്ള ആളുകളാണ് എന്നാണ്. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 72 കക്ഷികളും നരകത്തിൻ്റെ കാര്യം മുന്നറിയിപ്പ് നൽകപ്പെട്ട കക്ഷികളാണ്. നരകം കൊണ്ട് താക്കീത് നൽകപ്പെട്ട ആളുകളാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിൽ നിന്ന് എത്രത്തോളം അകലുന്നു, അതിനനുസരിച്ച് അവരുടെ അകൽച്ചക്കനുസരിച്ച് അവർ നരകത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അവരുടെ ضلالത്ത് ഏത് രൂപത്തിലും ഏത് കോലത്തിലുമാണോ അതിനനുസരിച്ച് അവർ നരകത്തിൻ്റെ വക്താക്കളാകുവാൻ സാധ്യതയുണ്ട്. ചില കക്ഷികളുടെ വഴികേട് അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വിശ്വാസ കാര്യങ്ങളിൽ ഉള്ള വഴികേടുകളായിരിക്കും, പിഴവുകളായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ അവർ നരകത്തിൻ്റെ അവകാശികളാണ്. എന്നാൽ ചില കക്ഷികൾ അവർ ബിദ്അത്തിൻ്റെ ആളുകളായിരിക്കും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്ക് എതിരായ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ചിലപ്പോൾ അവരിൽ ചില ബിദ്അത്തുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ശക്തമായ താക്കീത് നൽകപ്പെട്ട ആളുകളായിരിക്കും ആ ബിദ്അത്തിനെ തൊട്ട്. എന്നാൽ നരകത്തിൻ്റെ വക്താക്കളായിരിക്കുകയില്ല. അപ്പോൾ ഈ 72 കക്ഷികളും നരകത്തിൻ്റെ വക്താക്കളാണ്. അതല്ലെങ്കിൽ അവർ നരകം കൊണ്ട് താക്കീത് നൽകപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗത്തിൽ നിന്ന് എത്രത്തോളം അവർ അകലുന്നുവോ അതിനനുസരിച്ച് നരകത്തിൽ പ്രവേശിക്കുവാൻ അവർ അർഹതയുള്ള ആളുകളാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ സഹോദരങ്ങൾ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ മാർഗം പിൻപറ്റണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, വഴികേടുകൾ അധികരിക്കുമ്പോൾ, ഭിന്നതകൾ കൂടുമ്പോൾ സത്യത്തിനെ മനസ്സിലാക്കാൻ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? സ്വഹാബികളുടെ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ സ്വഹാബത്തിൻ്റെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ ദീൻ അത് സ്വഹാബത്തിൻ്റെ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണ് എങ്കിൽ അവർ ഹിദായത്തിലാകുന്നതാണ്. സ്വഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മറ്റ് ജനങ്ങൾ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണ് എങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായിരിക്കുന്നു. ഹിദായത്തിലാകണമെങ്കിൽ എന്തു വേണം? സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസു ഖാലൂ. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ അവരോട് പറയപ്പെട്ടാൽ, മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ആ കാര്യം മുൻനിർത്തി പറയുകയാണ്. وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ. ആരാണോ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനോടും എതിരിടുന്നത്, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം പിൻപറ്റുകയും ചെയ്യുന്നത്. അവിടെ മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ മാർഗമാണ്. അപ്പോൾ സ്വഹാബികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും അള്ളാഹുവിനോടും റസൂലിനോടും എതിരിടുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ എവിടേക്കാണോ തിരിഞ്ഞത് ആ വഴി അള്ളാഹു അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം
അവനെ നരകത്തിലിട്ട് നാം കരിച്ചു കളയും. വസാഅത് മസീറ, അതെത്ര മോശമായ സങ്കേതമാണ്. അപ്പോൾ നോക്കും, സ്വഹാബികളുടേതല്ലാത്ത മാർഗം പിന്തുടർന്നാൽ അവൻ്റെ അന്ത്യം അത് നരകത്തിലായിരിക്കുമെന്ന താക്കീതാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. സ്വഹാബികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകൾ, മുഹാജിറുകളിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയ ആളുകൾ. അപ്പോൾ നോക്കൂ, സ്വഹാബികളെ പിൻപറ്റണം എന്ന സൂചനയാണ് ഇവിടെയുമുള്ളത്. അങ്ങനെ സ്വഹാബികളെ പിൻപറ്റിക്കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹും വറദു അൻ, അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെടുന്നതാണ്. അപ്പോൾ സ്വഹാബത്തിൻ്റെ മാർഗം അതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. ഇത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആരാണ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും പിൻപറ്റുന്നത്, അവർ നാളെ പരലോകത്ത് നബിമാരോടൊപ്പവും അതുപോലെ തന്നെ സിദ്ദീഖുകളോടൊപ്പവും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒപ്പമായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, അള്ളാഹുവിനെ ഒരുവൻ അനുസരിച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരുവൻ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തു കഴിഞ്ഞാൽ, അവൻ ഏത് കാലഘട്ടത്തിലാകട്ടെ, അവൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുണ്യവാളന്മാരോടൊപ്പമായിരിക്കും. നബിമാരായും സുദ്ദീഖുകളായും ശുഹദാക്കളായും സ്വാലിഹീങ്ങളുമായിട്ടുള്ള ആളുകളോടൊപ്പമായിരിക്കും അവരുണ്ടായിരിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച മാർഗം സ്വീകരിക്കാത്ത ആളുകൾ, ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കപ്പെടുകയില്ല. അവർക്ക് ഈ നല്ല കൂട്ടുകെട്ട് പരലോകത്ത് ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. പരലോകത്ത് ചില മുഖങ്ങൾ അത് വെളുത്ത് പ്രകാശിക്കും, എന്നാൽ ചില മുഖങ്ങൾ അവരുടെ മുഖം അത് കറുത്ത് ഇരുണ്ടതായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിനെ സുന്നത്തിനെ പിൻപറ്റുന്ന സുന്നത്തിൻ്റെ ആളുകൾ അവരുടെ മുഖമായിരിക്കും പ്രകാശിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അതിനൊഴിവാക്കി ബിദ്അത്തുകൾ ചെയ്തു കൂട്ടിയ ആളുകൾ, ബിദ്അത്തിൻ്റെ ആളുകൾ അവരുടെ മുഖമായിരിക്കും കറുത്ത് ഇരുണ്ടുപോവുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. സ്വഹാബികളുടെ മാർഗം അതിന് വലിയ ശ്രേഷ്ഠതയാണുള്ളത്, വലിയ പ്രാധാന്യമാണുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിൽ നിർബന്ധമായും 17 തവണ നമ്മൾ അള്ളാഹുവിനോട് എന്താണ് ദുആ ചെയ്യുന്നത്? ഈ സ്വഹാബികളുടെ മാർഗത്തിലാകുന്നതിന് വേണ്ടിയാണ്. നിർബന്ധമായും അള്ളാഹുവിനോട് 17 തവണ നമ്മൾ ചോദിക്കുന്നത് ഈ സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താനാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളാക്കണമേ. ഏതാണ് ചൊവ്വായ? സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞവരായ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗമാണ്. അഥവാ സ്വഹാബത്തിൻ്റെ മാർഗം, യഥാർത്ഥ ദീനിൻ്റെ മാർഗം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദീനാണ്.
യഥാർത്ഥ ദീനി എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ മാർഗമല്ലാത്ത മറ്റേത് മാർഗമാണ് യഥാർത്ഥ ദീനി എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ സ്വീകരിച്ച ആളുകളാണ് സ്വഹാബികൾ. വഹി ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ അഭിസംബോധകർ സ്വഹാബത്താണ്. അവരുടെ മാർഗമല്ലാത്ത ഏത് മാർഗമാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാർഗം? ഇപ്പം ഞങ്ങൾ ഖുർആൻ എടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുക്കും, അത് സ്വഹാബത്തിൻ്റെ മാർഗം അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഖുർആൻ ഓതി ഞങ്ങൾക്ക് എന്താ മനസ്സിലായത് അത് ഞങ്ങൾ എടുക്കും, ഹദീസ് വായിച്ച് ഞങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് ഞങ്ങൾക്ക് തോന്നിയതുപോലെ. സ്വഹാബത്തിൻ്റെ മാർഗം അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്ന ആളുകൾ, അവർക്കുള്ള വ്യക്തമായ മറുപടികളാണ് ഈ പറഞ്ഞതെല്ലാം. ഫസ്സറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദീനുൽ ഇസ്ലാമാണ്. യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്നാൽ അത് സ്വഹാബത്തിൻ്റെ മാർഗമാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഇരയായ ആളുകളുടെ മാർഗമല്ല, വഴിപിഴച്ചു പോയ ആളുകളുടെ മാർഗമല്ല. ഈ രണ്ട് മാർഗവും അപകടകരമായ മാർഗമാണ്. ഇസ്ലാമിൻ്റേതല്ലാത്ത രണ്ട് മാർഗം അത് സ്വീകരിച്ച ആളുകളാണ് അൽ മഗ്ദൂബ് അലൈഹിം, അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ആളുകൾ. വലദ്ദാല്ലീൻ, വഴിപിഴച്ചു പോയ ആളുകൾ. എന്താണ് അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ആളുകൾ എന്ന് പറഞ്ഞാൽ? അവർ ജൂതന്മാരാണ്. അവർക്ക് സംഭവിച്ച പിഴവെന്താണ്? അവർക്ക് ഇൽമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, പക്ഷേ ആ അറിവിനനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. അവർ ആ അറിവ് അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവർ നടത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോപത്തിനിരയായി അവർ മാറി. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, കിതാബ് നൽകപ്പെട്ട ആളുകൾ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയുമായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തില്ല? അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ല. അൽ മഗ്ദൂബ് അലൈഹിം എന്ന് പറഞ്ഞാൽ അവർ യഹൂദന്മാരാണ്. ഇൽമുണ്ടായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകൾ. വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ നസാറാക്കളാണ്. നസാറാക്കൾ അവർ അറിവില്ലാതെ സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൃത്യമായി പഠിക്കാതെ, കൃത്യമായി അറിവില്ലാതെ അവരെന്ത് ചെയ്തു? അവരുടെ തോന്നലുകൾക്കും അവരുടെ ഇച്ഛകൾക്കും അനുസരിച്ച് ദീൻ ഉണ്ടാക്കി. അങ്ങനെ അവർ വഴിവടച്ചു പോയി. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങൾ അത് ശരിയായ മാർഗങ്ങളല്ല. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, ആരെങ്കിലും അറിവുണ്ടായിട്ട് ആ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവൻ ജൂതന്മാരോട് സാദൃശ്യപ്പെട്ടിരിക്കുന്നു. ദീൻ പഠിക്കാതെ സ്വന്തം തോന്നലുകൾക്കനുസരിച്ച്, ഇച്ഛകൾക്കനുസരിച്ച് ഒരുവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ നസാറാക്കളോട് സാദൃശ്യപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷികളെ മനസ്സിലാക്കുവാൻ ഈ പാഠം നമ്മളെ സഹായിക്കും. അറിവുണ്ടായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകൾ, ദീൻ പഠിക്കാതെ ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടുന്ന കാര്യങ്ങൾ, അത് കൃത്യമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇപ്പം നസ്രാണികളും ജൂതന്മാരും വഴിപിഴച്ചു പോകാനുള്ള കാരണം ഇതാണ്. അവരുടെ മാർഗത്തിൽ നിന്നാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കുന്നത്. അവരുടെ മാർഗമല്ലാത്ത യഥാർത്ഥ മാർഗം, സ്വഹാബികളുടെ മാർഗം, അമ്പിയാക്കളുടെ മാർഗം, അതിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരടിസ്ഥാനമാണ് നമ്മളുടെ അമലുകൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ അത് നമ്മളുടെ അമലുകളിൽ ഉണ്ടായിരിക്കണം, അനിവാര്യമാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനമാണ്. ഈ 2 നിബന്ധനകളില്ല എങ്കിൽ നമ്മളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഈ 2 നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതിലൊന്നാമത്തേത് അൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഓരോ അമൽ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രമായാണോ നമ്മൾ ചെയ്യുന്നത്, അതല്ല അതിലെന്തെങ്കിലും കലർപ്പുകൾ കൂടിയിട്ടുണ്ടോ? അള്ളാഹുവിന് മാത്രമായി ചെയ്തതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. കലർപ്പുകളുള്ള അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു തയ്യിബാണ്, അതിവിശിഷ്ടമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൻ പങ്കുചേർക്കപ്പെടുന്ന അമലുകൾ, അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യനാണ്. അങ്ങനെ നിയ്യത്തിൽ ഇഖ്ലാസ് ഇല്ലാതെ ഒരുവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപേക്ഷിക്കും. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇഖ്ലാസാണ്. രണ്ടാമത്തേത് അൽ മുതാബഅത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് യോജിച്ച രൂപത്തിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അവിടുന്ന് പഠിപ്പിച്ചത് രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണോ നമ്മൾ പഠിപ്പിച്ചത് ആ രൂപത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. ഈ 2 നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയായാൽ ആ പ്രവർത്തനം സ്വീകരിക്കുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ് ചെയ്യുന്നത്, പക്ഷേ ആ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഇല്ല എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. എന്നാൽ ഒരുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രവർത്തനം പ്രവർത്തിക്കണം, പക്ഷേ ആ പ്രവർത്തനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പം ഈ 2 നിബന്ധനകൾ വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരാരാണ് എന്ന് എത്ര ഫിത്നകൾ അധികരിച്ചാലും എത്രയെല്ലാം കക്ഷികൾ നിലവിൽ വന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അറിവില്ലാതെയാകുമ്പോൾ ഇത്തരം അടിസ്ഥാനങ്ങൾ പ്രമാണബദ്ധമായി നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ ഷർറുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വ്യതിചലിച്ച കക്ഷികൾ അവരാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകൾ അവരെവിടെയാണോ അതിനനുസരിച്ച് നമ്മൾ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കാരണം ഇത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കാര്യമാണ്, പരലോകത്തിൻ്റെ കാര്യമാണ്. ആരാണ് യഥാർത്ഥ സുന്നത്തിൻ്റെ ആളുകൾ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോടൊപ്പം നിലകൊള്ളുക. വഴികേടിൻ്റെ ആളുകൾ ആരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ഉപേക്ഷിക്കുക. ഇത് വളരെ നിർബന്ധമായ കാര്യമാണ്. ചില ആളുകൾ പറയുന്നതായി കാണാം, നിങ്ങളൊക്കെ പറയണതൊക്കെ ശരി തന്നെയാണ്, നമുക്കറിയാം, നിങ്ങൾ പറയണതാണ് ഖുർആനിലും സുന്നത്തിനൊക്കെ ഉള്ളത്, പക്ഷേ നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, വാപ്പ, ഉമ്മ, നമ്മളെ മഹലിലുള്ള എല്ലാ ആളുകളും ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളൊപ്പം വരാൻ പറ്റില്ല എന്ന് ആളുകൾ പറയുന്നതായി കാണാൻ സാധിക്കും. സഹോദര, ഇത് കേവലം ഒരു തമാശയല്ല, ഇത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കാര്യമാണ്. അവരോടൊപ്പമായി അവരുടെ ആദർശത്തിനായി നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ശിർക്കിലും ബിദ്അത്തിലുമായി നിൻ്റെ ജീവിതം തള്ളി നീക്കിയാൽ കാത്തിരിക്കുന്നത് വലിയ ഗുരുതരമായ അപകടമാണ്. അതുകൊണ്ട് ഹക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഹക്കിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബാത്തിലിൻ്റെ ആളുകൾ, അസത്യത്തിൻ്റെ ആളുകൾ, ബിദ്അത്തിൻ്റെ ആളുകൾ അവരെത്ര തന്നെ വർദ്ധിച്ചാലും
അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅക്ക് ഒരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. അവരെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. അവരുടെ അസത്യത്തിൽ, അവരുടെ വഴികേടിൽ നിലകൊണ്ടുകൊണ്ട് അവരാണ് അവർക്ക് സ്വയം ഉപദ്രവം ഏൽപ്പിക്കുന്നത്. ഒരാൾ സത്യത്തിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളത് ഒരിക്കലും സത്യത്തിനെ അത് ബാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എൻ്റെ ഉമ്മത്തിൽ ചെറിയ ഒരു വിഭാഗം ആളുകൾ, സത്യത്തിൻ്റെ മേൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും. അവരോടൊപ്പം ചേരാത്ത, അവരെ വഞ്ചിക്കുന്ന ആളുകൾ അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാഹി വഹും കദാലിക്. അള്ളാഹുവിൻ്റെ കൽപ്പന ഖിയാമത്ത് നാൾ വരുന്നത് വരെ അപ്രകാരം തന്നെയായിരിക്കും. സത്യത്തിന് ആളുകളൊന്നുമില്ല എങ്കിലും അത് സത്യത്തിനെ ബാധിക്കുകയില്ല. നാം സത്യത്തിനോടൊപ്പമാണ് എങ്കിൽ അൽഹംദുലില്ലാ, നമുക്കുള്ള നേട്ടമാണ്. നമ്മൾ സത്യത്തിനോടൊപ്പമില്ല എങ്കിൽ അത് സത്യത്തിന് ഒരു നിലക്കും, സത്യത്തിൻ്റെ ആളുകൾ ഒരു നിലക്കും അത് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഭൂരിഭാഗം ആളുകളെ നോക്കിയല്ല ദീൻ സ്വീകരിക്കേണ്ടത്. ഭൂരിപക്ഷം എന്നുള്ളതല്ല ദീൻ മനസ്സിലാക്കുവാൻ, ഹക്ക് മനസ്സിലാക്കുവാനുള്ള അളവുകോൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹക്ക് മനസ്സിലാക്കാനുള്ള അളവുകോൽ എന്താണ്? ഖുർആനും സുന്നത്തും സ്വഹാബികളുടെ മാർഗവുമാണ്. കുറേ ആളുകൾ ഉണ്ടായി ഒരു കക്ഷിയിൽ, അതുകൊണ്ട് അവരാണ് സത്യത്തിൻ്റെ ആളുകളെന്ന് പറയാൻ പറ്റൂ. എന്നാൽ കുറച്ചാളുകൾ മാത്രം ഒരു സംഘത്തിനോടൊപ്പം, അവർ കുറച്ചാളുകളുള്ള ആളുകളാണ് സത്യത്തിൻ്റെ ആളുകൾ, അവരാണ് അഹ്ലുസുന്ന എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. സത്യത്തിൻ്റെ ആളുകൾ ചില സന്ദർഭങ്ങളിൽ, ചില നാടുകളിൽ ഹക്കിൻ്റെ ആളുകൾ ഒരുപാടുണ്ടായിരിക്കും ബാത്തിലിൻ്റെ ആളുകളെക്കാൾ. എന്നാൽ ചില നാടുകളിൽ ഹക്കിൻ്റെ ആളുകൾ ബാത്തിലിൻ്റെ ആളുകളെക്കാൾ കുറച്ചായിരിക്കും. അപ്പം ആളുകളുടെ ഏറ്റക്കുറച്ചിൽ അതൊന്നും സത്യം മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡമല്ല. ഭൂരിപക്ഷം ആളുകളെ നോക്കി നിലപാട് സ്വീകരിക്കുക, ആളുകളുടെ എണ്ണം നോക്കി അതിൻ്റെ കുറവും കൂടുതലും നോക്കി നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഖുർആനും സുന്നത്തും സ്വഹാബികളുടെ മാർഗവും അതാണ് നമ്മൾ അളവുകോലായി നിശ്ചയിക്കേണ്ടത്. വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. ഭൂരിഭാഗം ആളുകളെയും നോക്കി നിലപാട് സ്വീകരിച്ചാൽ ചിലപ്പോൾ നമ്മൾ വഴികേടിലായി പോകും. ഖുർആനും സുന്നത്തും സ്വീകരിക്കുക. ഖുർആനും സുന്നത്തും എവിടെയാണ്, അതിൻ്റെ ആളുകൾ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. ഖിയാമത്ത് നാളിനോട് അടുക്കും തോറും ഭിന്നതകളും അതുപോലെ തന്നെ വ്യതിചലിക്കുന്ന സത്യത്തിൽ നിന്ന് വഴിപിഴച്ചു പോകുന്ന കക്ഷികൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ചര്യയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നടപ്പിലാക്കുന്ന അവൻ്റെ ചര്യയിൽപ്പെട്ടതാണത്. സത്യത്തിൻ്റെ ആളുകൾ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആരാണോ സത്യത്തിനെ പിൻപറ്റുന്നത്, സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം നിലപാടുകൾ, സ്വന്തം ഇച്ഛകൾ മാറ്റിവെച്ച് ആരാണോ സത്യത്തിനെ പിൻപറ്റുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവൻ്റെ സുന്നത്താണ് ഈ കാര്യമെന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതായിക്കണം, വലാ യസാലൂന മുഖ്തലിഫീൻ. അവർ ഭിന്നതയിലായിക്കൊണ്ടേയിരിക്കും. ഇല്ലാ മർ റഹിമ റബ്ബുക. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച കുറച്ചാളുകളല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ ശാ അല്ലാഹു ലജമഅഹും അലൽ ഹുദ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഈ ആളുകളെല്ലാം ഹക്കിൽ ഉറപ്പിച്ച് നിർത്താൻ, ഒരുമിച്ച് നിർത്താൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരീക്ഷണം എന്നോണം നമ്മുടെ സമൂഹത്തിൽ ഭിന്നതകളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അള്ളാഹു നിശ്ചയിച്ചു. ഹക്കിൻ്റെയും അതുപോലെ തന്നെ ബാത്തിലിൻ്റെയും ആളുകളെ വേർതിരിക്കുവാൻ, സത്യം കണ്ടെത്തുന്ന ആളുകളെ അവരുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, ഖുർആനും സുന്നത്തും പഠിച്ചുകൊണ്ടേയിരിക്കുക.
അത് പഠിക്കുന്നതിൽ, അതിൽ മുറുകെ പിടിച്ച് നിലകൊള്ളുന്നതിൽ ക്ഷമ അവലംബിക്കുക. വളരെയധികം ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ എന്താണ് പറഞ്ഞത്? വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബർ. നഷ്ടം ലഭിക്കാത്ത, നഷ്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളുകളുടെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അവർ ഹക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയ്യത്ത് നൽകുകയും ക്ഷമയുടെ കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശം നൽകുകയും ചെയ്യും. ഹക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ, സത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കേണ്ടി വരും. ഒരുപാട് ഒറ്റപ്പെടൽ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങൾ വരുമ്പോൾ ഹക്കിനെ ഉപേക്ഷിച്ച് ബാത്തിലേക്ക് പോകരുത്. പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളണം എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബൻ ഫതൂബാ ലിൽ ഗുറബ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായ അവസ്ഥയിലാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇസ്ലാം ആരംഭിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് തുടങ്ങിയതാണ്. തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 1, 2, 3 ആളുകൾ, അങ്ങനെ വളരെ അപരിചിതമായ അവസ്ഥയിലാണ് ഇസ്ലാം വളർന്നു വന്നത്. ഇനി അതേ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം മടങ്ങുകയും ചെയ്യും. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആദർശം എന്താണ്, യഥാർത്ഥ ഇസ്ലാമിൻ്റെ നിലപാടെന്താണ്, വിശ്വാസം എന്താണ് എന്ന ആളുകൾക്കിടയിൽ അപരിചിതാവസ്ഥ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഇസ്ലാം മടങ്ങും. അപ്പോൾ ഫതൂബാ ലിൽ ഗുറബ, ആ സന്ദർഭത്തിലും ഇസ്ലാമിനെ നെഞ്ചിലേറ്റുന്ന, ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മംഗളമുണ്ട്, അഥവാ അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് ആശംസകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ ഇസ്ലാമിനെ, യഥാർത്ഥ രൂപത്തിലുള്ള ഇസ്ലാമിനെ സ്വീകരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ആ ഖുറബാക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലദീന യുസ്ലിഹൂന ഇദാ അഫ്സദ അന്നാസു മിൻ സുന്നതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, ചര്യകളെ ജനങ്ങൾ നശിപ്പിക്കുമ്പോൾ, ബിദ്അത്തുകൾ കൊണ്ട് ആ സുന്നത്തുകളെ ആളുകൾ കൊല നടത്തുമ്പോൾ, ആ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന, ആ സുന്നത്തുകളെ നിലനിർത്തുന്ന, അതിനെ സംരക്ഷിക്കുന്ന ആളുകൾ, അവരാണ് ഖുറബാക്കൾ. അപരിചിതരായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിച്ച ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ അപരിചിതാവസ്ഥ ഉണ്ടാകും, നമ്മൾ ഒറ്റപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവസാന കാലഘട്ടമാകുമ്പോൾ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ കൽ ഖാബിദ് അലൽ ജംർ, അവർ തീക്കനൽ കയ്യിൽ പിടിക്കുന്നവരെ പോലെ ആയിരിക്കും. അത്ര പ്രയാസമുണ്ടായിരിക്കും. അവസാന കാലഘട്ടം ആകും തോറും ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണത്. പ്രയാസങ്ങൾ നേരിടാൻ, ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കാൻ നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടുക. ഖുർആനും സുന്നത്തും അത് മുറുകെ പിടിക്കുക. ഖുർആനും സുന്നത്തും പഠിക്കുക. സ്വഹാബത്തിൻ്റെ മാർഗം ഏതാണ് എന്ന് നമ്മൾ പഠിക്കുക. അഹ്ലുസുന്നത്തിൻ്റെ ആദർശം അത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ പഴച്ചുപോയ കക്ഷികളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ക്ലാസ്സുകളിൽ സുന്നത്തി വൽ ജമാഅയിൽ നിന്ന് പിഴച്ചുപോയ പ്രധാനപ്പെട്ട കക്ഷികൾ, അവരെക്കുറിച്ചും അവരുടെ പിഴവുകളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.